നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കറിയാണ്. അതിനുവേണ്ടി തലേന്ന് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് സവോളയൊക്കെ വഴറ്റി ചേർക്കാനുണ്ട്. അതിനുവേണ്ടി വെളിച്ചെണ്ണയിലോട്ട് 2 ഗ്രാമ്പും ഒരു ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്. ഒരു സവോള അരിഞ്ഞതും ഇഞ്ചിയും പച്ചമുളകും ക്യാരറ്റും ബീൻസും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. ഒരുപാട് വഴലേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം ഇതിനകത്ത് പൊടിവകൾ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു സ്പൂണിന് ഏകദേശം ഒരു 1.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരുപാട് കൂടണ്ട. ഇത് ആ കറിക്ക് ആവശ്യമായിട്ടുള്ള മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിലോട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്രീൻ പീസ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടി ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള അരപ്പിന് ആവശ്യമായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. കുറച്ച് മാത്രം പെരിഞ്ചീരകം ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പത്തിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്.